ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ദേ ഒരു വളർത്തുമീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരാൾ തന്നതാണേ. ആളോട് ചോദിക്കാൻ മറന്നുപോയി, വാഗയാണോ വരാലാണോ എന്ന്. രണ്ടഭിപ്രായത്തിൽ നിൽക്കുകയാണ്. വരാലെന്നും പറയുന്നു, വാഗയെന്നും പറയുന്നു. എന്താണേലും നല്ല മൽപ്പിടുത്തത്തിന് ശേഷമാണ് ഞാൻ അവനെ വെട്ടി ചട്ടിയിലാക്കിയത് കേട്ടോ. ആ മീൻ വെട്ടാൻ പോണതിന് മുൻപ് തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം അരിഞ്ഞ് ഒതുക്കി വെച്ചു. അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉണ്ടല്ലോ, നേരത്തെ തന്നെ ഞാൻ കുഴച്ച് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ. പിന്നെ ഞാനിന്ന് മീൻകറി വെക്കാൻ പോണതേ തേങ്ങ വറുത്തരച്ചിട്ടാണേ. അപ്പോൾ തേങ്ങയെല്ലാം നന്നായിട്ട് വറുത്ത് അവസാനം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻകറി വെക്കാൻ അങ്ങ് തുടങ്ങാം അല്ലേ. വാകയാണേലും വരാലാണേലും എന്താണേലും മീൻകറി അങ്ങ് വെച്ചേക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി എല്ലാം കൂട്ടിയിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ദേ ഈ ഒരു മൂപ്പ് വരുന്ന രീതി വരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ച നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഉണ്ടല്ലോ, അതും കൂടെ അതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി നമ്മുടെ എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ പാകം കേട്ടോ, അല്ലെങ്കിൽ പച്ച ചുവയ്ക്കും. അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന നേരം വരെ നമ്മളിത് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുടംപുളി ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ വറുത്തരച്ച് വെച്ച തേങ്ങയുണ്ടല്ലോ, അതും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഞാൻ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ദേ ഇങ്ങനെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഈ ചാറ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് പാകത്തിനാണോ നോക്കണം. പിന്നെ വളത്തുമീനും വറുത്തല്ല വളത്തുമീനും അതുപോലെ തന്നെ ആറ്റുമീനും ഒക്കെ കുരുമുളക് നന്നായിട്ട് ചേർക്കുന്നത് നല്ലതാണ്. ദേ ഇതുപോലെ ചാറ് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ വെട്ടി കഴുകി വെച്ച നമ്മുടെ മീൻ കുട്ടന്മാരെ എല്ലാം ഇതിലേക്ക് അങ്ങോട്ട് പെറുക്കി പെറുക്കി ഇടണം കേട്ടോ. അങ്ങനെ ഇതെല്ലാം പെറുക്കിയിട്ടതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അടച്ച് വെച്ച് ഒരു പകുതിയൊക്കെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, എപ്പോഴും 2 പച്ചമുളകും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും. പച്ചമുളകിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ചാറിനകത്തോട്ട് ഈ പച്ചമുളക് ഞെരടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അവസാനം ഇച്ചിരി കറിവേപ്പിലയും പച്ചമഞ്ഞളും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അവസാനം ഓഫ് ചെയ്തതിന് ശേഷം അങ്ങനെ മീൻകറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരണേ.